ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ബേസിക്കലി മാർക്കറ്റിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രെൻഡ്സ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ട്രെൻഡ്സിൽ ബേസിക്കലി ഇതിൽ ട്രേഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായ ട്രെൻഡ്സ് ഏതാണ്, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ ഏറ്റവും ടഫായ ഫേസ് ഏതാണ്, അതുപോലെ തന്നെ ഇനി ഈ ട്രെൻഡ്സും അല്ലെങ്കിൽ മാർക്കറ്റിലെ പല പല ട്രെൻഡുകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഈ മോശം ട്രെൻഡുകളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി മാർക്കറ്റിനെ നമുക്ക് മൂന്ന് ട്രെൻഡ്സിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ മൂന്ന് തരം ട്രെൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം അറ്റ് എൻ ഓവറോൾ വ്യൂ. സോ ഒന്നാമത്തെ ഒബ്വിയസ്ലി അപ് ട്രെൻഡാണ്, രണ്ടാമത്തെ ഡൗൺ ട്രെൻഡാണ്, മൂന്നാമത്താണ് സൈഡ് വേസ്. സോ ബേസിക്കലി അപ് ട്രെൻഡിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളെ ഒരു സ്വിംഗ് ട്രേഡറാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അപ് ട്രെൻഡ്സിലാണ് കൂടുതൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, കാരണം നമ്മുടെ ട്രേഡുകൾ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതൽ അപ് ട്രെൻഡിലാണ്. പക്ഷേ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡുകൾ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ് ഡൗൺ ട്രെൻഡിൽ. സോ അപ് ട്രെൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് ട്രേഡ് അഗ്രസീവ്ലി. അപ് ട്രെൻഡിൽ നമ്മൾ ട്രേഡ് അഗ്രസീവ്, റൈറ്റ്? ഡൗൺ ട്രെൻഡിൽ ഡു നോട്ട് ട്രേഡ്. ഓക്കെ. സോ ബേസിക്കലി ഈ അപ് ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അപ് ട്രെൻഡിലാണോ മാർക്കറ്റ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണോ മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? അപ്പോൾ പല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ്ത്ത് അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ വരുന്ന പോർഷൻസിലായിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും ട്രിക്കിയസ്റ്റ് മാർക്കറ്റ്, റൈറ്റ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കറിയാം അപ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യരുത്. പക്ഷേ ഈ സൈഡ് വേസ് മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ഇത് എപ്പോൾ കൺവേർട്ട് ചെയ്യും ഡൗൺ ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക്. സോ നമ്മൾ ചിലപ്പോൾ അപ് ട്രെൻഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും, പക്ഷേ ട്രേഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം ഇത് സൈഡ് വേസ് മാർക്കറ്റാണ്. സോ ഇതും ബേസിക്കലി ഇത് മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡുമാണ്. കാരണം ഒബ്വിയസ്ലി ഡൗൺ ട്രെൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. സോ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒരു ഡിസൈസീവ് ഐഡിയ ഉണ്ടല്ലേ, നമുക്കൊരു സബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ഒരു ഇതുണ്ട്. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്ന് നമുക്കൊരു 5-6 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ഒന്നും യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു മാർക്കറ്റ് അപ് ട്രെൻഡിലല്ല. സോ ഇതൊക്കെ യോജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. സോ അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രേഡ് ചെയ്യും. പക്ഷേ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രേഡ് ചെയ്യില്ല, മാറി നിൽക്കും. പക്ഷേ ഇത് രണ്ടും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സ്വിംഗ് ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സിനാരിയോ അത് വളരെയധികം ദുഷ്കരമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് അറിയില്ല, നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ ട്രേഡ് ചെയ്യണോ ട്രേഡ് ചെയ്യണ്ടേ, ഇതിപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആണോ ഉള്ളത്, അതോ ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അറ്റ്ലീസ്റ്റ് നമുക്കൊരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും എങ്ങനെ മനസ്സിലാക്കാം? സൈഡ് വേസ് മാർക്കറ്റിൽ കുറച്ച് ചോപ്പായി പോയാലും അറ്റ്ലീസ്റ്റ് ഡൗൺ ട്രെൻഡും അപ് ട്രെൻഡും എങ്ങനെ മനസ്സിലാക്കാം? എന്നിട്ട് ഡൗൺ ട്രെൻഡിൽ എന്തെങ്കിലും മാറി എന്നിട്ട് കൂടുതൽ ട്രേഡുകൾ അപ് ട്രെൻഡിൽ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള എൻവിറോൺമെൻറ്റ്, അതായത് അപ് ട്രെൻഡ് എന്നുള്ള എൻവിറോൺമെൻറ്റ് മാർക്കറ്റിൽ വന്നാൽ എങ്ങനെ മനസ്സിലാക്കാം എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് പോകാം. ഓക്കെ. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വെച്ച് നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ബ്രെഡ്ത്ത് അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക് നോളജ് ഫോർ എ ബിഗിനർ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് നോക്കേണ്ടത്. ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾക്ക് ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു എൻവിറോൺമെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, റൈറ്റ്? സോ നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് പോയി നോക്കാം. പിന്നെ ഒരു 5-6 മാസത്തെ ട്രെൻഡ്സ് നമുക്ക് നോക്കിയിട്ട് വിലയിരുത്താം എന്തൊക്കെയായിരുന്നു ട്രെൻഡ്സ് എന്ന്. സോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ട്രെൻഡ്സിനെയൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന്. ഓക്കെ. സോ ബേസിക്കലി ഓക്കെ, മിഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുക്കാം. നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സ്. ഓക്കെ. സോ ലെറ്റ്സ് ടേക്ക് ദിസ് ചാർട്ട്, റൈറ്റ്? നമുക്ക് ഇവിടെ മുതൽ ഇവിടെ മുതൽ നോക്കാം. 2022 ബിയർ മാർക്കറ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. സോ ലെറ്റ്സ് സേ ഫ്രം ദിസ് പാർട്ട്, ലെറ്റ് മീ ടേക്ക് എ ടൂൾ.
ഓക്കെ, ലെറ്റ്സ് ടേക്ക് എൻ എലിപ്സ്. സോ എലിപ്സ് എടുത്തു, റൈറ്റ്. ഇവിടെ നിന്ന് സോ ബേസിക് ഐഡിയ അബൌട്ട് അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മൂവിങ് ആവറേജും മുകളിലേക്ക് വരാം. അറ്റ്ലീസ്റ്റ് അഥവാ എല്ലാ മൂവിങ് ആവറേജും മുകളിലേക്ക് ആയില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് നമ്മളെ എന്താ പറയുക, നമ്മൾ 10 പീരീഡ് ഔട്ട് 5 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം മാർക്കറ്റ്. അതായത് അറ്റ്ലീസ്റ്റ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് അങ്ങനെ ക്ലോസ് 10 പീരീഡ് ആൻഡ് 5 പീരീഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ് ട്രെൻഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, റൈറ്റ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടം ഇവിടെ നോക്കാം, ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ വരെ നമ്മൾ 10 പീരീഡ് മൂവിങ് ആവറേജ് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ പറയുക, ഇതൊരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുമോ? ഞാൻ ഇത്രയും പറഞ്ഞതിന് ഡൗൺ ട്രെൻഡായിട്ട് നമ്മൾ ലെറ്റ്സ് ചെയ്ത് ഈ ഒരു 10 പീരീഡ് മൂവിങ് ആവറേജ് ആണ് ഈ കാണുന്ന ലൈൻ, ഓക്കെ. ഇത് 5 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, ഇത് 10 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, കളർ ചേഞ്ച് ഉണ്ട്, ബാക്കിയെല്ലാം ബ്ലൂ ആണ്. അത് കഴിഞ്ഞ് 20 പീരീഡ് മൂവിങ് ആവറേജ് ഉണ്ട്, 50 പീരീഡ് മൂവിങ് ആവറേജ് ഉണ്ട്, ഇത് 200 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, റൈറ്റ്. സോ അത് എൻ്റെ ഓഫ് ദ ഡേ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുകയാണ് 10 പീരീഡ് മൂവിങ് ആവറേജ് അടിയിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ഭാഗങ്ങളിൽ കണ്ടോ, ഈ ഒരു ഡ്രോ ഡൗൺ വന്ന സമയങ്ങളിലൊന്നും നമ്മൾ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴായിരിക്കും നമ്മൾ ആക്റ്റീവ് ആവുക? 10 പീരീഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു റാലി വന്നു, റൈറ്റ്. ഇവിടം വരെ ഒരു റാലി തന്നു, അതിന് ശേഷം ചെറുതായിട്ട് ഇവിടെ ചോപ്പിയായി. ഇതൊരു അപ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം, റൈറ്റ്. ലെറ്റ്സ് കളർ ഇറ്റ് ഇൻ ഗ്രീൻ. ഇത്ര അപ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഏരിയ ഒരു 10 പീരീഡ് മൂവിങ് ആവറേജ് താഴെ ക്ലോസ് വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും എന്തായി, നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നത് നിർത്തി. കാരണം നമുക്കറിയാം 10 പീരീഡ് മൂവിങ് ആവറേജ് അടിയിൽ പോയി കഴിഞ്ഞാൽ മിക്ക സ്റ്റോക്സും പുൾ ബാക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ട്രേഡ്സ് അല്ലെങ്കിൽ വരുന്ന ട്രേഡ്സോ, കാരണം ഈ 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ അടിയിൽ ഒരു ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ വീണില്ല എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ അതിലേക്ക് മാർക്കറ്റിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കോഷ്യസ് ആവണം, നമ്മൾ കൂടുതൽ ട്രേഡൊന്നും ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ ഓൾറെഡി എടുത്തിട്ട് ഇവിടെയൊക്കെ നമ്മൾ ട്രേഡ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ്സിലാണെങ്കിൽ ആ പ്രോഫിറ്റ്സ് കുറച്ച് ലോക്ക് ഇൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമയങ്ങളിൽ ചെയ്യാം, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എപ്പോഴാണ് 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ വന്നു, മാർക്കറ്റ് വീണ്ടും ഒരു ബുൾ റൺ തന്നു. അതിനുശേഷം സ്ട്രോങ് ക്ലോസ് ടു ബിലോ ദ 10 പീരീഡ് മൂവിങ് ആവറേജ് തന്നു. അതിനുശേഷം മാർക്കറ്റ് എന്തായി, മാർക്കറ്റ് ഒരു ബെയറിഷ് ഫേസിലേക്ക് പോയി. സോ ഇതൊരു ബെയറിഷ് ഫേസ് ആണ്, റൈറ്റ്. പിന്നെ വീണ്ടും പക്ഷേ ഇവിടെ 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ താഴെ ക്ലോസ് വന്നു. പക്ഷേ നമുക്ക് ഇവിടെ ചെറിയൊരു ക്ലോസ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, 8 ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 1-2 ഡേയ്സ് നിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനത്തെ റൂളും കൂടെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ഈ ഒരു ചോപ്പിനെസ് ഒന്ന് മാറി നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ പോയി 2 ദിവസം പോയി വീണ്ടും താഴത്തേക്ക് വന്നു, റൈറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് കാരണം 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ പോയി ക്ലോസ് ചെയ്ത് വീണ്ടും താഴെ വന്നു, വീണ്ടും പോയി താഴെ വന്നു. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക, സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുക. ഇതാണ് ചോപ്പി ഫേസ്. കാരണം ഇവിടെ നമുക്ക് അറിയില്ല. കാരണം ഇവിടെ അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രേഡ് എടുക്കും. പക്ഷേ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസസ് അടിക്കും, അല്ലേ. പക്ഷേ ഈ ഒരു ഏരിയ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. പക്ഷേ ഇത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മാറി. അതായത് എത്ര ദിവസത്തെ ഡൗൺ ട്രെൻഡാണിത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10 ഡേയ്സ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഔട്ടായി നിൽക്കാൻ നമുക്കൊരു യാതൊരു പ്രശ്നവുമില്ല. 10 അല്ല, അതിൽ കൂടുതലുണ്ട്. 10, 11, 12 ഡേയ്സോ ഓൾമോസ്റ്റ് 12 ഡേയ്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തായിരുന്നു. കാരണം എന്താണ്, ഇത്രയും ഈ സമയം മാർക്കറ്റ് മൂവിങ് ആവറേജ് താഴെയായിരുന്നു, റൈറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു. ചോപ്പി ഫേസ് ആണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഫേസസ് വളരെ കുറവേ മാർക്കറ്റിൽ കൂടുതൽ ഉണ്ടാവാറുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇത്രയും നമ്മൾ 2022 ഇങ്ങോട്ട് വന്നതിന് ശേഷം വളരെ കുറവാണ്. പക്ഷേ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഫേസും വരും. കാരണം ഈ സമയങ്ങളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇത് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം. ഒബ്വിയസ്ലി അതിനാണ് നമ്മൾ പ്രോഗ്രസീവ് എക്സ്പോഷറൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. സോ പ്രോഗ്രസീവ് എക്സ്പോഷർ എന്താണെന്ന് അറിയാത്തവർ ഡെഫിനറ്റ്ലി ഞാനൊരു
ഇപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ പോയി ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ അഗ്രസീവായിട്ട് പൊസിഷൻസ് ചെയ്യരുത്. പക്ഷേ അതിന് പകരം ചെറിയ ചെറിയ പൊസിഷൻസ്, ഫോർ എക്സാമ്പിൾ നിങ്ങളെ പോർട്ട്ഫോളിയോൻ്റെ 15 to 20% നിങ്ങൾ അഗ്രസീവായിട്ട് പൊസിഷൻ സൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ മാക്സിമം സൈസിങ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ 5 to 8% പൊസിഷൻ സൈസിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്ലോസ് ഇങ്ങനെ കിട്ടി, അപ്പോൾ ഇവിടെ നമ്മൾ 5 to 8% ഓഫ് ദ പോർട്ട്ഫോളിയോ നമ്മൾ മാർക്കറ്റ് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന് ശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് വർക്ക് ചെയ്തില്ല, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. പക്ഷേ നമ്മൾ 5 to 8% മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മേ ബി അങ്ങനെ 5 to 8% നിങ്ങൾ റിസ്ക് ചെയ്തുകൊണ്ട് 2 സ്റ്റോക്സ്, അതായത് 2 സ്റ്റോക്സിലും നമ്മൾ 5 to 8% പൊസിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ലെറ്റ്സ് ടേക്ക് 8%. ഇപ്പോൾ 8 to 16% നിങ്ങൾ 2 സ്റ്റോക്കിലായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം 3 or 4% ആണ് എന്ന് വിചാരിച്ചോ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡ്രോ ഡൗൺ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ പ്രോഗ്രസീവായിട്ടാണ് എക്സ്പോഷർ ചെയ്യുന്നത്. കാരണം വെറും 16% ടോട്ടൽ നിങ്ങൾ എക്സ്പോഷർ ചെയ്തിട്ടുള്ളൂ. അതിൽ 3%, 16%-ന് 3% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ അഗ്രസീവായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ക്ലോസ് കിട്ടുമ്പോൾ അപ്പം തന്നെ ഒരു 20%, 40%, 20% 2% എടുത്ത് 40%, അതായത് 16% സൈസ് അല്ലാതെ നിങ്ങൾ 40% എടുത്തെങ്കിൽ നിങ്ങൾ ഡ്രോ ഡൗൺ വരികയാണെങ്കിൽ അത് കൂടുതൽ. സോ ഐഡിയൽ കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് എക്സ്പോഷർ എന്തുകൊണ്ട്, അതാണ് നമ്മൾ പറയുന്നത്, പ്രോഗ്രസീവായിട്ട് എക്സ്പോഷർ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം 8 to 16 2 പൊസിഷൻസ് എടുത്തു. അതിനുശേഷം ആ പൊസിഷൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ പൊസിഷൻ സൈസ് കൂട്ടിയെടുക്കും. അഥവാ വീണ്ടും ആ പൊസിഷൻ സൈസ് കൂട്ടിയെടുത്ത് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ആ ട്രേഡുകൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കൂട്ടും. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസീവായിട്ട് മാർക്കറ്റിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എക്സ്പോസ് ചെയ്യുന്നതിന് പ്രോഗ്രസീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വീണ്ടും ലോങ് ആയി പോകും. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ പറഞ്ഞെടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോഗ്രസീവ് എക്സ്പോഷറിനെ കുറിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ നമ്മൾ പറഞ്ഞത് ഇതൊരു അപ് ട്രെൻഡാണ്, ഇതൊരു ഡൗൺ ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ നമ്മൾ പ്രോഗ്രസീവായിട്ട് എക്സ്പോസ് ചെയ്ത് നമ്മൾ പറ്റാത്ര പോർട്ട്ഫോളിയോ അപ്പാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. അതിനിടെ ചോപ്പി മാർക്കറ്റ് വന്നാൽ നമ്മൾ 1-2 സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ അടിച്ചു വരും. സോ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് മനസ്സിലാക്കി നമ്മൾ മാറിയിരിക്കണം. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് ഫേസ് വന്നു. റൈറ്റ്. ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തായി? 10 പീരീഡ് മൂവിങ് ആവറിന് താഴെ ക്ലോസ് ചെയ്തു. വീണ്ടും ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. വീണ്ടും 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ നല്ല ക്ലോസ് കിട്ടി. ഇവിടെ ട്രേഡ് ചെയ്യുന്നു. റൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പോസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ എല്ലാ ദിവസവും നമ്മൾ വന്ന് ലെറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും രാത്രി ഇരിക്കുന്നു, കുറച്ച് സ്റ്റോക്സ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ബ്രേക്ക് ഔട്ട്സ് വരുന്ന ട്രേഡ് എടുക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത്, ഈ ഒരു ഡൗൺ ട്രെൻഡ് സമയത്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈവൻ നിങ്ങൾക്ക് നല്ല ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും കിട്ടിയാൽ കൂടെ നിങ്ങളുടെ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറയും. കാരണം മാർക്കറ്റിൻ്റെ ഓൾറെഡി പ്രഷർ വരുന്ന താഴത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ മാറി നിന്നിട്ട് ഇങ്ങനെയുള്ള സമയങ്ങൾ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് അപ് ട്രെൻഡ്സിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ലോസസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സമയങ്ങളിൽ ട്രേഡ് ചെയ്യാനും മോശം സമയങ്ങളിൽ നിന്ന് മാറിയിരിക്കാനും പറ്റും. ഇപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ചോപ്പിയായ എൻവിറോൺമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ട്രേഡ് ചെയ്യാതിരിക്കണം. അത്രേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കിയേ, മാർക്കറ്റ് വലിയൊരു ഫോൾ വന്നു. ഈ ഫോള് വന്നെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം അത് മാർക്കറ്റ് വലിയ ഫോളായിരുന്നു. പക്ഷേ ഈ 10 പീരീഡ് മൂവിങ് ആവറേജ് അടിയിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പൊസിഷൻസൊക്കെ ഒന്നും എടുക്കാതെ നമ്മൾ ഓൾറെഡി ഉള്ള പൊസിഷൻസൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ ഡ്രോ ഡൗൺ വരില്ല. റൈറ്റ്. ഈ ഒരു വലിയ ഡ്രോ ഡൗൺ നമുക്ക് മാറിയിരിക്കാൻ പറ്റും. പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറി 2 ദിവസമേ വന്നുള്ളൂ, വീണ്ടും താഴത്തേക്കാണ് അല്ലേ. നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടാണ് നമ്മൾ എക്സ്പോഷർ ചെയ്തത് നമ്മുടെ പോർട്ട്ഫോളിയോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അടി കിട്ടാൻ നമ്മൾ വീണ്ടും മാറിയിരുന്നു. റൈറ്റ്. അതിനുശേഷം ഓൾമോസ്റ്റ് ഈ ഒരു ഇത്രയും ഭാഗം വളരെയധികം ചോപ്പി ആയിരുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പെർഫെക്റ്റ് മൂവ് മാർക്കറ്റിൽ കിട്ടിയത് ഇവിടെയാണ്.
അതും 3-4 ദിവസത്തിനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ട് എക്സ്പോസ് ചെയ്ത് വെക്കും. അഥവാ മോശമായി തുടങ്ങി, അഥവാ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു ക്ലോസ് വീണ്ടും മൂവിങ് ആവറേജ് താഴെ വരുമ്പോൾ നമ്മൾ വീണ്ടും അതേ 10 പീരീഡ് മൂവിങ് ആവറേജ് താഴെ വരുമ്പോൾ നമ്മൾ വീണ്ടും പൊസിഷൻ സൈസ് കുറയ്ക്കും, അല്ലെങ്കിൽ പൊസിഷൻസ് എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ച പൊസിഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മളിൽ ഓൾറെഡി ഉള്ള പൊസിഷൻസ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും കൂടെ കയറ്റി വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ വയ്ക്കുക, എന്തെങ്കിലും ചെയ്യും, റൈറ്റ്. പക്ഷെ വീണ്ടും മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഫോൾ ആണ്. ഈ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമോ? നമ്മൾ ചെയ്യരുത്. ഈ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോ വൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2023 ബുൾ മാർക്കറ്റ് വരുന്നത്. 2023 ബുൾ മാർക്കറ്റിൽ ഇവിടം മുതൽ ഇവിടം വരെ സ്മൂത്ത് മൂവാണ്. ചെറിയൊരു ക്ലോസ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ പിറ്റേ ദിവസം വീണ്ടും റീക്ലെയിം ചെയ്തില്ലേ. ഇതാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ട സമയം. ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് പോർട്ട്ഫോളിയോൻ്റെ 100%, 50% ഒക്കെ ഒരു വർഷം ഉണ്ടാക്കുന്നത്. കാരണം ഒരു വർഷത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു സമയം, ഈ ഒരു സമയം ഇതിപ്പോൾ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? April 3 മുതൽ September 11 വരെ. ഇതിനുള്ളിൽ ബേസിക്കലി April, May, June, July, August, September 6 months ആണ്. 6 monthsൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് 100%, 150% ഉണ്ടാക്കി പുറത്തേക്ക് വരുന്ന ഒരുപാട് നല്ല ട്രേഡേഴ്സ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ്, അപ്പോൾ അവരെങ്ങനെയാണ് 100%, 200% ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? കാരണം അവർ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കുമ്പോഴായിരിക്കും അവർ ട്രേഡ് ചെയ്യുക അഗ്രസീവായിട്ട്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ അവർ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യില്ല. ഇതൊരു ചോപ്പി ഫേസാണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ അഗ്രസീവായി ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ലോസിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡൗൺവേർഡ് മാർക്കറ്റ്, റൈറ്റ്. ഇവിടെ നമ്മൾ ചിലപ്പോൾ 1-2 ട്രേഡൊക്കെ ശ്രമിച്ചു എന്നിരിക്കും, പക്ഷേ ഈ ഡൗൺവേർഡ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. എന്തൊക്കെ പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചോളം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കാരണം ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ നമ്മളെ കരിയറിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും, റൈറ്റ്. അഥവാ നിങ്ങൾ ഒരു ലെറ്റ്സ് നിങ്ങളൊരു എവറി ഡേ അറ്റൻഷൻ വേണ്ട, അല്ലെങ്കിൽ വേണ്ട ഒരു ട്രേഡറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവറി ഡേ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, കയ്യിലിരിക്കുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യണം എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതൊരു സീസണൽ ബിസിനസ്സാണ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സീസണൽ ബിസിനസ്സാണ്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ്, ഈ സീസണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് സൈക്കിൾ, ഇതൊക്കെ മാർക്കറ്റ് സൈക്കിൾസ് നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. പിന്നെ മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത് കഴിഞ്ഞ് വീണ്ടും എന്താണ്, ചെറിയൊരു ക്ലോസ് ആഴം വന്നിട്ട് വീണ്ടും മുകളിലേക്ക്, അല്ലേ. പിന്നെ പിന്നെ നമുക്ക് മാർക്കറ്റ് ചോപ്പി വന്ന് കണ്ടോ, ഈ അപ് ട്രെൻഡ്, ചോപ്പി, ഡൗൺ ട്രെൻഡ്, അപ് ട്രെൻഡ്, ചോപ്പി, ഡൗൺ ട്രെൻഡ്, ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഫേസ്, റൈറ്റ്. പിന്നെ ഇതാ ഈ ഒരു ഏരിയ ഫുൾ മാർക്കറ്റ് ചോപ്പി ആയിരുന്നു. ഇപ്പം നമ്മൾ അതോ ഇവിടെ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു, ഡെഫിനറ്റ്ലി ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു ബുൾ ട്രെൻഡ് പോലെ വന്നില്ല. ഇപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഇവിടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ ട്രേഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ലായിരിക്കും. കാരണം ചോപ്പി മാർക്കറ്റാണ്, നമുക്കറിയില്ല ചോപ്പി മാർക്കറ്റാണോ നല്ല മാർക്കറ്റാണോ വരുന്നത്. പക്ഷേ നമുക്ക് എന്താ അറിയാം, 10 പീരീഡ് മൂവിങ് ആവറേജിന് താഴെ ക്ലോസ് ചെയ്താൽ നമ്മൾ വളരെയധികം കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ സർവൈവ് ചെയ്യും. ഈ ഒരു ഏരിയ നമ്മൾ ട്രേഡ് ചെയ്യില്ലേ. ബേസിക്കലി അപ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് വളരെ എളുപ്പമാണ് നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ. കാരണം ഡൗൺ ട്രെൻഡ് എന്ത് ചെയ്യുന്നു, ഡെഫിനറ്റ് മാർക്കറ്റിൽ മാറിയിരിക്കുന്നു, അപ് ട്രെൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു, റൈറ്റ്. പിന്നെ ചോപ്പി ഫേസ് മാത്രമാണ് നമുക്ക് കുറച്ച് ടെക്നിക്കലി ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ ചോപ്പി ഫേസിൽ എന്ത് ചെയ്യണം, ഐഡിയലി നമ്മൾ ഇപ്പോൾ പ്രോഗ്രസീവ് എക്സ്പോഷർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചോപ്പി ഫേസിൽ ചെറിയ ലോസിൽ അയാൾ രക്ഷപ്പെടും. ഡൗൺ ട്രെൻഡിൽ എന്ത് ചെയ്യും, അയാൾക്ക് ലോസേ വരില്ല. കാരണം എന്താണ്, അയാൾക്കറിയാം ഡൗൺ ട്രെൻഡാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഫേവറബിൾ ആയ കണ്ടീഷൻ അല്ലാന്ന്, റൈറ്റ്. അതിനുശേഷം വീണ്ടും ഒരു ബുൾ ട്രെൻഡ്, ഈ ബുൾ ട്രെൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. വീണ്ടും ഡൗൺ ട്രെൻഡ് വന്നു, ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യില്ല, വീണ്ടും ചെറിയൊരു ബുൾ ട്രെൻഡ്. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത 2025 ബെയർ മാർക്കറ്റ് കണ്ടില്ലേ, എക്സ്ട്രീംലി ചോപ്പി. നിങ്ങൾക്ക് ഇവിടം മുതൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് 3rd January മുതൽ 27th ജനുവരി മൊത്തമായിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ മാറി നിന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ നിങ്ങൾ ജനുവരി മൊത്തം നിങ്ങൾ ട്രേഡ് ഒന്നും ചെയ്യാതെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിരിക്കണം. അതുപോലെ തന്നെ വീണ്ടും ചെറിയൊരു പുൾ ബാക്കിന് ശേഷം ചെറിയൊരു ഫുൾ ബാക്ക് ടു ദ മൂവിങ് ആവറേജ് വന്നു. അതിൽ നമുക്ക് മേ ബി 1-2 ട്രേഡുകൾ ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എല്ലാ മൂവിങ് ആവറേജും താഴെയാണ്.
മാർക്കറ്റ് ടഫ്, ഡെഫിനറ്റ്ലി നമ്മൾ അഗ്രസീവായിട്ട് ഇവിടെ പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വീണ്ടും മോശം മാർക്കറ്റിലേക്ക് വന്നു. ഇതാ ഇത്രയും ഭാഗം വീണ്ടും ഫെബ്രുവരി 6 മുതൽ മാർച്ച് 4 വരെ, അതായത് വീണ്ടും ജനുവരി ഓൾമോസ്റ്റ് ഫുള്ള് പോയി. ഈ ജനുവരി ഫെബ്രുവരി നമ്മൾ ട്രേഡൊന്നും ചെയ്യരുത്. കാരണം മാർക്കറ്റ്, ഞാൻ വീണ്ടും പറയുന്നത്, ഒരു സീസണൽ ബിസിനസ്സാണ്. സോ മാർക്കറ്റ് വളരെ നല്ല അഗ്രസീവായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു വർഷത്തിൽ 3 മാസമൊക്കെ കിട്ടത്തുള്ളൂ. അത് ഞാൻ പറയുന്ന ഒരു അപ് ട്രെൻഡിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡൗൺ ട്രെൻഡ്, അതായത് ഒരു ബെയർ മാർക്കറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ 1 വർഷം 1.5 വർഷം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസേ കിട്ടിയില്ല എന്ന് വരും. അപ്പം നമ്മൾ ആ സമയത്ത് മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്, റൈറ്റ്. അതിനുശേഷം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ബെയർ മാർക്കറ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 200 പീരീഡ് മൂവിങ് ആവറേജിനൊക്കെ താഴെ, അല്ലെങ്കിൽ 50 പീരീഡ് മൂവിങ് ആവറേജൊക്കെ താഴെ വന്ന് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ കാശ് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നതിനേക്കാളും ബെസ്റ്റ് നിങ്ങൾ FD ഇടുന്നതായിരിക്കും. കാരണം മാർക്കറ്റ് മോശമാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനൊന്നുമില്ല. പിന്നെ എന്തിനായിരിക്കും ആ കാശ് ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്? നിങ്ങൾ FD ഇടുക. പിന്നെ മാർക്കറ്റ് നന്നാവുന്നുണ്ട് തോന്നുവാണെങ്കിൽ മേ ബി ചെറിയ എമൗണ്ട് എടുത്തിട്ട് വീണ്ടും നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, ട്രേഡ് നോക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ക്യാപിറ്റൽ റാമ്പ് അപ്പ് ചെയ്യുക. പിന്നെ എന്താണ് സംഭവിച്ചത്? ചെറിയൊരു മൂവ് ഇവിടെ കിട്ടി, അതും വലിയൊരു 5% മൂവ് തന്നിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ചോപ്പി ഫേസ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇത് ഡൗൺ ട്രെൻഡും അല്ല, അപ്പ് ട്രെൻഡും ഉള്ള സൈഡ് വേസ് മാർക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു തരും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മെയ് 12 തോന്നുന്നത്. മെയ് 12 ജൂൺ 10 ഇടയിൽ നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ വന്നു. പക്ഷേ ഒബ്വിയസ്ലി മാർക്കറ്റ് വളരെയധികം കറക്റ്റ് ചെയ്തുകൊണ്ട് ബോട്ടം ബൗൺസേഴ്സ് ആയിരുന്നു കൂടുതൽ ഈ സമയത്തെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഈ സമയത്ത് ഒരുപാട് ബോട്ടം ബൗൺസേഴ്സ് ആയിരുന്നു. അതായത് താഴെ കിടക്കുന്ന സ്റ്റോക്സ് ചെറുതായിട്ട് പമ്പ് ചെയ്ത് മുകളിലേക്ക് വന്നതാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, റൈറ്റ്. ഈ സമയങ്ങളിലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ആർ പവറിലൊക്കെ നല്ല മൂവ്മെൻറ്റ്സ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആർ പവർ റിലയൻസ് പവറാണ്. സോ റിലയൻസ് പവറിൽ നോക്കിയേ, നല്ലൊരു കിടിലൻ ബേസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ട് സമയം നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് മൂവ് ചെയ്തതെന്ന്. 26 മെയ് 28 മെയ് ആ സമയം നിങ്ങളിൽ മാർക്കറ്റ് എവിടെയായിരുന്നു? 26-28 മെയ്യിൽ അപ്പ് ട്രെൻഡ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് വർക്കായത്, അല്ലേ? ഇവിടുന്ന് എത്ര 10 ദിവസം കൊണ്ട് 45%. എല്ലാ സ്റ്റോക്കും അങ്ങനെ പോകുന്നല്ല പറഞ്ഞു. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ സ്റ്റോക്സെങ്കിലും ഉണ്ടായത്, ഇങ്ങനൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആയതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റ് എന്ത് ഫേസിലാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ചോപ്പി ഫേസാണ്. ഇവിടെ ഈ സമയം നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ടോട്ടലി ഇതൊരു ചോപ്പി ഫേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ഇങ്ങോട്ടുനിന്ന് ഈ ഒരു മൂവിൽ നിന്നും ഒരു സ്ട്രെങ്ത്തും ഒരു സ്റ്റോക്സും കാണിച്ചു തരുന്നില്ല. അത് രണ്ടാമത്തെ കേസാണ്. ഓക്കെ, നമ്മൾ അപ്പ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പ് ട്രെൻഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കും ക്വാളിറ്റി ലീഡേഴ്സ് ഉണ്ടോ മാർക്കറ്റിൽ നോക്കണം. അതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ടോപ്പിക്കാണ്. മേ ബി ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും, റൈറ്റ്. സോ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ കുറച്ച് ലോങ് ആയി കഴിഞ്ഞു. നമ്മൾ മിഡ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നമ്മൾ അനലൈസ് ചെയ്ത് അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അതുപോലെ സൈഡ് വേസ് എന്നീ 3 ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്രയും സമയം എടുത്തു നമുക്ക്. സോ മേ ബി ബ്രെഡ്ത്ത് അനാലിസിസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു അപ്പ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ട്രേഡിങ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഞാനത് ആ ഒരു കേസും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞ് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇത് കുറച്ച് വീഡിയോ വലുതായിപ്പോയി. അതുകൊണ്ട് വരുന്ന വീഡിയോസിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൻ്റെ ഐഡിയ, മാർക്കറ്റ് സൈക്കിൾസെ കുറിച്ചുള്ളൊരു നിങ്ങളൊരു നോളജ് കുറച്ചും കൂടെ നല്ല രീതിയിൽ അപ്പാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി മാർക്കറ്റ് സൈക്കിൾസിൻ്റെ നോളജ് ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വിംഗ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം മാർക്കറ്റ് സൈക്കിൾസ് ഈസ് എവറിത്തിങ്. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഒരു 12 മാസം ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 3-4 മാസം മാക്സിമം നമുക്ക് നല്ല രീതിയിൽ അഗ്രസീവായി ട്രേഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാൻ കഴിവുള്ള ആരാണോ അവരാണ് മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കുക. ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ പിന്നെ കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോക്സ് കണ്ടുപിടിക്കണം. നല്ല സ്റ്റോക്സിൽ നല്ല
നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പുള്ള പാറ്റേൺസ് വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം അത് ട്രേഡ് ചെയ്യണം, അത് ട്രേഡ് മാനേജ്മെൻറ്റ് ചെയ്യണം. നമ്മുടെ സൈക്കോളജി ഒക്കെ ഒരുപാട് ഇൻവോൾവ് ആവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് വന്നാലേ ട്രേഡർ ആവുള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബേസിക് സ്റ്റഫ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. സ്റ്റോക്സ് കണ്ടുപിടിക്കാം, നമുക്ക് ഒരുപാട് സ്കാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റോക്സ് ഏതാ ചീത്ത സ്റ്റോക്ക് ഏതാന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതിനൊക്കെ മുന്നേ മാർക്കറ്റ് സൈക്കിൾ ആൻഡ് ട്രെൻഡ്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത് ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നാറില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് കരിയറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇവിടെ നിർത്താം. സോ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയ വീഡിയോ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചും കൂടെ വാല്യുബിളായ വീഡിയോസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ പ്ലീസ് ഡു സപ്പോർട്ട് മീ as well as share these videos with your friends and family who are interested in stock market at least, and they want the content in Malayalam, right? So thank you so much. Thank you for watching. Have a nice day and happy trading.